പഴുത്ത മാങ്ങയില് പുഴു. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന മാവിന് നമ്മൾ പറയുന്ന വലിയ പ്രോബ്ലമാണ് പഴുത്ത മാങ്ങയിൽ പുഴു ഉണ്ടാകുന്നത്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ നിറച്ച് പുഴുവാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ആൾക്കാരൊക്കെ പറയും പൂവിന്റെ ഉള്ളിൽ വന്നിട്ട് ഈച്ച മുട്ടയിട്ടതാണ്, അത് മാങ്ങ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ മുട്ടയിട്ടാണ്. ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. ഇത് കറക്റ്റ് മാങ്ങ എന്താണ് പഴുക്കാനാവുന്ന മൂത്ത് വരുന്ന സമയത്ത് ഈ കായ്ച്ച എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്ന ഇൻസെക്ട് അതിന്റെ പ്രതലത്തിൽ മാങ്ങയുടെ സർഫസിൽ വന്നിട്ട് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് മുട്ടയിട്ട് വെച്ചിട്ട് അതിന്റെ ഒരു വാക്സ് ഉണ്ട് അതിന്റെ ബോഡിയിൽ. ആ വാക്സ് കൊണ്ട് ആ ഹോള് കവർ ചെയ്ത് വെക്കുക. നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു ലൈഫ് സൈക്കിളിന്റെ ഭാഗമാണ്. എന്താ വെച്ചാൽ ഇത് മുട്ട വിരിഞ്ഞ് ആ മാങ്ങ പഴുക്കുമ്പോൾ തിന്ന അത് പിന്നെ പുഴു തിന്നിട്ട് അത് പിന്നീട് പ്യൂപ്പയായി അടുത്ത കാഴ്ചയായി മാറാറുണ്ട്. അപ്പം അത് ആ സ്റ്റേജിലാണ് ഈ ഈച്ച കടിക്കുന്നതും. ഈ സ്റ്റേജിൽ തന്നെയാണ് നമുക്കിത് പ്രിവെന്റ് ചെയ്യേണ്ടത്. ഈ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണ്, ഓർഗാനിക് ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണ് നമുക്ക് കാഴ്ചക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്പ്. നമ്മൾ ഹൈറ്റുള്ള മാവായിരിക്കും, നമുക്ക് ഒരിക്കലും അത്രയും ഉയരത്തിൽ കയറിയിട്ട് മരുന്നടിക്കാനോ കൺട്രോൾ ചെയ്യാനോ കഴിയുന്നുണ്ടാക്കാം. അപ്പോൾ ഓർഗാനിക് ആയിട്ട് നമുക്ക് ഫെറമോൺ ട്രാപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കായ്ച്ചനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 2-3 പാർട്സേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന് ഒരു ഫെറമോൺ ലൂർ ഉണ്ട്. ഈ ലൂറ് പറയുന്ന ഈ സാധനമാണ് എന്ത് ചെയ്യണേ, ഇതിന്റെ കാഴ്ചനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ ലൂറ് വന്നു കഴിഞ്ഞാൽ ഈ ലൂറ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക ചെയ്യാം. എന്നിട്ട് ഇതിനുള്ളിൽ കുറച്ച് സോപ്പ് വെള്ളം കലക്കി ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, കാഴ്ചകൾ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഹാങ് ചെയ്യും മാവില്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാഴ്ചകൾ ഇതിലൂടെ എൻ്റർ ചെയ്യും. ആ ലൂറിന്റെ അടുത്തേക്ക് എൻ്റർ ചെയ്ത് ഈ വെള്ളത്തിൽ വീണിട്ട് ചാവുകയാണ് ചെയ്യും. അപ്പൊ ഇത് ഒരു ഏക്കറിലേക്ക് 4 എന്നൊക്കെയാണ് നമ്മൾ പറയാം. പച്ചക്കറിക്ക് വരുന്നത് വേറെയാണ്, ലൂറ് മാറും. അതേസമയം ഫ്രൂട്ട്സിന്റെ ലൂറ് വേറെയാണ്. ഇത് അപ് ടു എനിക്ക് തോന്നുന്നത് 2 മാസം വരെ ഈ ലൂറിന്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് നമുക്ക് ആ പൂത്ത് കായ ഇതായി വരുന്ന കറക്റ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങക്കുള്ളിൽ പുഴു എന്നുള്ള പ്രോബ്ലം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.